നമസ്കാരം. നമുക്കെല്ലാം, പ്രത്യേകിച്ച് കഥകളി ആസ്വാദകർക്കും പ്രിയങ്കരനായിരിക്കുന്ന ശ്രീ കലാനിലയം ഗോപിനാഥൻ, കലാനിലയം ഗോപി എന്ന പേരിലും അറിയപ്പെടുന്നു. വാസ്തവത്തിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ദൈവനിശ്ചയം നമുക്ക് തടുക്കാനാവുന്നതല്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വളരെയധികം ശിഷ്യന്മാരും എന്നു തന്നെയല്ല ആസ്വാദകരെയും ഉണ്ടാക്കാൻ ഈ കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതൊരു പ്രത്യേക നേട്ടം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയും അഭ്യാസം തികഞ്ഞ ശ്രീ കലാമണ്ഡലം കുട്ടനാശാൻ്റെ കീഴിൽ വളരെ നിഷ്കർഷയോടുകൂടിയിട്ട് കുറേ കാലം അഭ്യസിച്ച് അത് സ്വായത്തമാക്കാനും എന്ന് തന്നെയല്ല അവനവൻ ചെയ്യുന്ന പ്രവൃത്തി വളരെ കൃത്യനിഷ്ഠയോടുകൂടി മറ്റുള്ളവരുടെ അഭിപ്രായത്തെ നോക്കിയല്ല അദ്ദേഹം രംഗത്ത് പ്രവർത്തിച്ചിരുന്നത്. അതെല്ലാം ഞങ്ങൾക്ക് ഇന്നും ഓരോ രംഗവും ഓർമ്മയിലാണ്. ആശാന്മാരുടെ എല്ലാം കൂടെ വളരെ നിഷ്കർഷയോടുകൂടിയിട്ട് വേഷം കെട്ടിയിട്ട് നല്ല അഭിപ്രായം വരുത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതുമാത്രമല്ല, പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അതും വളരെ നിഷ്കർഷയോടുകൂടിയിട്ട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ കണ്ട് ഏത് തരത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളായാലും ശരി നിഷ്കർഷയോടുകൂടി പഠിപ്പിക്കാൻ അദ്ദേഹം എന്നും മുൻപന്തിയിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ അദ്ദേഹത്തിൻ്റെ കുടുംബം, ഗോപിനാഥൻ എന്ന കലാകാരന് വേണ്ടി ജനിച്ച ഒരു കുടുംബത്തിൻ്റെ കൂട്ടത്തിലാണ് അവരുടെ കുടുംബത്തിലുള്ള പെരുമാറ്റം. എല്ലാം കുടുംബം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണയോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. പക്ഷേ എന്തു ചെയ്യാം, മക്കളും വലിയ മോശമല്ലാത്ത രീതിയിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ വിദ്യ അവതരിപ്പിക്കാൻ വളരെ നിഷ്കർഷയോടുകൂടി മുന്നോട്ട് വരുന്നു. എന്ന് തന്നെയല്ല, സഹധർമ്മിണി ഇന്ന് ഈ പ്രായത്തിലുള്ള ഒരാൾക്കും കിട്ടാത്ത വിധത്തിലുള്ള ഒരു മോഹിനിയാട്ടം നടത്തിയായിട്ടാണ് ഞങ്ങളെല്ലാവരും കാണുന്നത്. ഈ വരുന്ന ജൂലൈ 26 വൈകിട്ട് കലാനിലയം ഗോപിനാഥൻ്റെ സ്മരണാർത്ഥം ഒരു അനുസ്മരണ യോഗവും തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ഏർപ്പെടുത്തിയ ഉപഹാരവും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഉപഹാരത്തിൻ്റെ സാമ്പത്തിക നില നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിരിക്കുന്ന മന്ത്രി ബിന്ദു ടീച്ചറുടെ വകയായിട്ടാണ് കൊടുക്കുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഇന്ന് തന്നെയല്ല കലാലയത്തിൽ പ്രസ്തുത ചടങ്ങിൽ പങ്കെടുത്ത് പരിപാടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കൂടുതലൊന്നും സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. തൽക്കാലം നന്ദി.